അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ അറസ്റ്റിലായ ഡോക്ടർ റാമിനെ വീണ്ടും ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുകയാണ്. ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. CK വിജയൻ വിവരങ്ങളുമായി. വിജയൻ, രൂപമൊക്കെ മാറി ഇത്രയേറെ കാലം ഒളിവിൽ കഴിഞ്ഞ റാമാണ് ഇന്നിപ്പോൾ ചോദ്യം ചെയ്യലിന് വിധേയനാവുന്നത്. എങ്ങനെ പുരോഗമിക്കുന്നു? ഒരുപക്ഷെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഈ രീതിയിൽ പരാമർശങ്ങൾ നടത്തിയില്ലായിരുന്നു എങ്കിൽ റാം ഇനിയും കുറെ കാലം കൂടി ഒളിവിൽ കഴിയാനുള്ള പദ്ധതികളായിരുന്നു ഒരുക്കിക്കൊണ്ടിരുന്നത്. അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ ഫോൺ ഉൾപ്പെടെ സ്വിച്ച് ഓഫ് ചെയ്തും മറ്റ് പലരുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം തന്നെ വിച്ഛേദിച്ചും കൊണ്ടുള്ള ഒരു ഒളിവ് ജീവിതമാണ് കഴിഞ്ഞ 100 ദിവസത്തിലധികമായി അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. ഈ സംഭവം ഉണ്ടായ ആ ദിവസങ്ങളിൽ, അതായത് കഴിഞ്ഞ ഏപ്രിൽ 10-ാം തീയതി മുതൽ ഏതാണ്ട് ഇത്രയും നാൾ റാം എവിടെയാണ് എന്ന് ആർക്കും അറിവുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജുമായി, ഡെന്റൽ കോളേജുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോഴും വിവരമുണ്ടായില്ല. പക്ഷേ ഈ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നടത്തിയ കടുത്ത പരാമർശം അന്വേഷണ സംഘത്തെ വലിയ രീതിയിൽ സമ്മർദ്ദത്തിലാക്കി. അങ്ങനെയാണ് അന്വേഷണം ത്വരിതപ്പെടുത്തുന്നതും ഇന്ന് രാവിലെയോടുകൂടി അറസ്റ്റ് ചെയ്ത് കണ്ണൂരിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിക്കുകയും ചെയ്തത്. പ്രാഥമികമായ ചോദ്യം ചെയ്യലിന് ശേഷം ആരോഗ്യ പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോയി ഇപ്പോൾ കുറച്ചുകൂടി വിശദമായ ചോദ്യം ചെയ്യൽ നടത്തുകയാണ്. അതിനുശേഷം ഈ തലശ്ശേരി അസിസ്റ്റന്റ് സെഷൻസ് കോടതിയിൽ അദ്ദേഹത്തിന് ജാമ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ റിമാൻഡിന് വേണ്ടി കൊണ്ടുപോകും. കാരണം SC/ST പ്രിവെൻഷൻ ആക്ട്, അട്രോസിറ്റീസ് പ്രിവെൻഷൻ ആക്ട് കൂടി ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് ഇപ്പോൾ സെഷൻസ് കോടതിയിലേക്ക് അദ്ദേഹത്തിന് റിമാൻഡിനായി കൊണ്ടുപോകുന്നത്. ഏതായാലും റിമാൻഡ് കഴിഞ്ഞാൽ ഉടൻ തന്നെ വിശദമായ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും റാമിനെ പോലീസ് വിളിച്ചു വരുത്തും. ശരി, CK വിജയനാണ് വിവരങ്ങൾ നൽകിയത്.